ജീവിതം ഓരോ തവണയും നമ്മളെ തന്നെ നവീകരിക്കാനുള്ള അവസരങ്ങൾ തരുന്നു. വിജയങ്ങൾ ആസ്വദിക്കാനും വീഴ്ചകളിൽ പഠിക്കാനുമുള്ള അവസരങ്ങൾ അതിലുണ്ട്. ജീവിത വിജയത്തിന് ആവശ്യമായ ചില കാര്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ പങ്കുവെക്കുന്നത്. ജീവിത വിജയത്തിന് നമുക്ക് ഏറ്റവും ആവശ്യമുള്ള ഒന്നാണ് പവർ ടു അക്കോമഡേറ്റ് എന്നത്, അതായത് ഉൾക്കൊള്ളാനുള്ള കഴിവ്. ഒരു ദിവസത്തിൽ രാവിലെ തൊട്ട് രാത്രി വരെ പലതരം സാഹചര്യങ്ങൾ, വ്യക്തികൾ എല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നുവരും. പലതിനെയും ഒരുപോലെ നേരിടാൻ നമുക്ക് കഴിയണമെന്നില്ല. ചിലതിൽ നമ്മൾ തോറ്റുപോകും. എന്നാൽ നമ്മുടെ കാഴ്ചപ്പാടിൽ വരുത്തുന്ന ഒരു ചെറിയ വ്യത്യാസം കൊണ്ട് എല്ലാത്തിനെയും ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയും. അതിനായി എപ്പോഴും പറയുന്നത് കടലിന്റെ ഉദാഹരണമാണ്. കടലിനെ നമ്മൾ കടലമ്മ എന്നാണ് വിളിക്കുന്നത്. വിശാലമായ കടൽ തന്നിലേക്ക് വരുന്ന എല്ലാത്തിനെയും സ്വീകരിക്കും. നല്ലതോ ചീത്തയോ എന്നത് കടലിനെ ബാധിക്കുന്നില്ല. അത് എല്ലാത്തിനെയും ഒരുപോലെ സ്വീകരിക്കുന്നു. കടലിന്റെ രീതി പോലെ വലിയ മനസ്സുള്ള ഒരു അമ്മ തന്റെ മക്കളുടെ നല്ലതിനെയും മോശമായതിനെയും ഒരുപോലെ തന്നെ സ്വീകരിക്കുന്നു. മകൻ നല്ലവനായാലും ദുഷ്ടനായാലും അമ്മയ്ക്ക് മകനോട് സ്നേഹമുണ്ടായിരിക്കും. മകന്റെ മോശം സ്വഭാവത്തെ കാണുമ്പോഴും അവർ അവനെ സ്നേഹിക്കും. അതുപോലെ നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് കുടുംബത്തിലായിരിക്കും. അവിടെ നല്ല സ്വഭാവമുള്ളവരും മോശം സ്വഭാവമുള്ളവരും എല്ലാത്തരം ആളുകളും ഉണ്ടാവും. കുടുംബത്തിൽ കഴിയുമ്പോൾ ചില കാര്യങ്ങൾ കണ്ടില്ലെന്ന് നടിക്കും. ചില മോശം കാര്യങ്ങളെയും ഉൾക്കൊണ്ടുപോകും. അച്ഛനല്ലേ, അമ്മയല്ലേ, മകനല്ലേ എന്നിങ്ങനെ ചിന്തിച്ച് സമാധാനിക്കും. അത്തരത്തിൽ മറ്റുള്ളവരെ ഉൾക്കൊള്ളുമ്പോഴാണ് അവർ മാറ്റത്തിനു വേണ്ടി തയ്യാറാകുന്നത്. അവരിൽ മാറ്റം കൊണ്ടുവരാൻ നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുമ്പോൾ നമ്മൾ അവർക്കായും നമുക്ക് വേണ്ടിയും മാറാൻ തയ്യാറാവും. ആ മാറ്റം അവരിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. നമുക്കുള്ളിലെ ആ മാറ്റം, തയ്യാറെടുപ്പ് എന്നിവ യഥാർത്ഥത്തിൽ അവരുടെ മാറ്റത്തിനും തുടക്കം കുറിക്കും. ഇത്തരത്തിൽ നമ്മൾ ബന്ധങ്ങളിൽ ഉൾക്കൊള്ളാൻ തയ്യാറാകുമ്പോൾ അത് നമുക്കും നമുക്ക് ചുറ്റുമുള്ളവരിലും മാറ്റങ്ങൾ കൊണ്ടുവരും. സാധാരണ മനുഷ്യൻ ഇത് സാധ്യമാണോ എന്ന് ചോദിച്ചാൽ സാധിക്കുമെന്ന് തന്നെയാണ് ഉത്തരം. പക്ഷേ അവിടെ നമുക്ക് സഹിക്കാനുള്ളത് ആദ്യം നമ്മളെയും പിന്നീട് നമുക്ക് ചുറ്റുമുള്ളവരെയും സന്ദർഭങ്ങളെയുമാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ഇടപെടുന്ന ഇടത്താണ് സഹനം ആവശ്യമായി വരിക. ഇവിടെയും നമ്മുടെ കാഴ്ചപ്പാടിലെ വ്യത്യാസം തന്നെയാണ് മാറ്റം കൊണ്ടുവരുന്നത്. ജീവിത സാഹചര്യങ്ങളെ നേരിടാനുള്ള അറിവ് നമ്മളിൽ നിറയുമ്പോഴാണ് നമ്മൾ യഥാർത്ഥമായ സഹനത്തിന് തയ്യാറാകുന്നത്. നമുക്ക് ചുറ്റുമുള്ളവർ ജീവിത നാടകത്തിൽ നൽകിയിട്ടുള്ള കഥാപാത്രങ്ങളായി അത് ഭംഗിയായി അവതരിപ്പിക്കുകയാണ്. ചിലപ്പോൾ നല്ലവനായ കഥാപാത്രമായിരിക്കും അയാളുടെ റോള്. മറ്റു ചിലപ്പോൾ ദുഷ്ടകഥാപാത്രമായിരിക്കും അയാൾക്ക് അഭിനയിക്കേണ്ടി വരിക. ഇത് രണ്ടും പ്രേക്ഷകൻ എന്ന നിലയിലേക്ക് മാറി നിന്നുകൊണ്ട് നോക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ജീവിത സാഹചര്യങ്ങളോട് നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ പ്രതികരിക്കാം. ഇനി നമുക്കുള്ളിൽ തന്നെ ചില കാര്യങ്ങളുണ്ട്. അത് നമ്മളെങ്ങനെ സഹിക്കും? അതിനും വഴിയുണ്ട്. ചിലപ്പോൾ നമ്മുടെ മുൻചുണ്ടിയും ദേഷ്യവും നമുക്ക് തന്നെ സഹിക്കാൻ കഴിയുന്നുണ്ടാവില്ല. നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ചിന്തകൾ വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുക. അതിനായി പ്രത്യേകിച്ച് സമയം നൽകേണ്ടതില്ല. നിങ്ങൾ ഓരോ പ്രവൃത്തികളിൽ ഏർപ്പെടുമ്പോഴും മനസ്സിലുയരുന്ന ചിന്തകൾ എന്താണെന്ന് മാത്രം ശ്രദ്ധിക്കുക. അങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ അനാവശ്യമായ ചിന്തകൾ കൊണ്ട് മനസ്സ് കലുഷിതമാക്കുന്നത് ഒരു പരിധി വരെ തടയാൻ സാധിക്കും. അനാവശ്യമായ ചിന്തകളാണ് ദേഷ്യമായി, രോഷമായി പുറത്തുവരിക. അപ്പോൾ ഇവിടെയും മാർഗം അതിനു നേരെ ശ്രദ്ധ ഉണ്ടാവുക എന്നതാണ്. ശ്രദ്ധ മരിക്കുമ്പോൾ അപകടം ജനിക്കും എന്നല്ലേ? നമ്മുടെ ചിന്തകളുടെ മേൽ ശ്രദ്ധയും കുറയുമ്പോഴാണ് നമ്മൾ പൊട്ടിത്തെറിക്കുക. ശ്രദ്ധിച്ചു നോക്കൂ. ഇങ്ങനെ ചിന്തകളെ ശ്രദ്ധിക്കാൻ തുടങ്ങുമ്പോൾ അത് വലിയ വ്യത്യാസങ്ങൾ കൊണ്ടുവരും. ഇനി നമ്മുടെ ഇന്ദ്രിയങ്ങളാണ് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിലോ? എനിക്ക് കൂടുതൽ രുചി വേണമെന്ന നാവും കൂടുതൽ കാഴ്ച വേണമെന്ന കണ്ണും നിരന്തരം വാശി പിടിക്കുമ്പോൾ നമ്മൾ അവയെല്ലാം സാധിക്കുന്നതിനു വേണ്ടി ഇറങ്ങിപ്പുറപ്പെടും. അതായത് സുഖകരമായ അനുഭവങ്ങൾക്ക് വേണ്ടി നമ്മൾ തയ്യാറാകും. സുഖഭോഗങ്ങൾക്ക് പിറകെ പായുക എന്ന് കേട്ടിട്ടില്ലേ? ആ സമയം അവയെ സ്നേഹത്തോടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ വേണ്ട കാര്യങ്ങൾ മാത്രമേ ഇന്ദ്രിയങ്ങൾ ആവശ്യപ്പെടുകയുള്ളൂ. അത്യാഗ്രഹങ്ങൾക്ക് പിറകെ നമുക്ക് ഓടേണ്ടി വരികയില്ല. അവയെ ശിക്ഷിച്ച് നേരെയാക്കുകയല്ല, മറിച്ച് സ്നേഹത്തോടെ നേർവഴിക്ക് നടത്താനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ദി 7 ഹാബിറ്റ്സ് ഓഫ് ഹൈലി എഫക്റ്റീവ് പീപ്പിൾ എന്ന പുസ്തകത്തിന്റെ ഓഡിയോ സംഗ്രഹം ഞാൻ കേട്ടത് കുക്കു FM-ലൂടെയാണ്. ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ ചില ശീലങ്ങൾ നാം പിന്തുടരേണ്ടതുണ്ട്. മഹാന്മാരായ ആൾക്കാരുടെ ജീവിത വിജയത്തിന്റെ 7 രഹസ്യങ്ങൾ അവതരിപ്പിക്കുകയാണ്
ദി 7 ഹാബിറ്റ്സ് ഓഫ് ഹൈലി എഫക്റ്റീവ് പീപ്പിൾ എന്ന പുസ്തകത്തിൽ. ജീവിതത്തിൽ നല്ല രീതിയിൽ നേട്ടങ്ങൾ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരെല്ലാം വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണിത്. അടുത്തത് പവർ ടു പാക്കപ്പ്. ഷൂട്ടിംഗ് കഴിയുമ്പോൾ പാക്കപ്പ് ചെയ്യാറുണ്ടല്ലോ. എല്ലാ സാധന സാമഗ്രികളും അടുക്കി വെച്ച് തിരിച്ചു പോകാനുള്ള തയ്യാറെടുപ്പാണത്. ഇവിടെ ഇത്തരത്തിൽ പാക്കപ്പ് ചെയ്യേണ്ടത് മനസ്സാണ്. മനസ്സിന് പാക്ക് ചെയ്യണമെങ്കിൽ മനസ്സ് എന്ത് ചെയ്യുന്നുവെന്നറിയണം. മനസ്സെന്നാൽ ചിന്തകളുടെ ഉറവിടമാണ്. ഓരോ നിമിഷവും മനസ്സിൽ ചിന്തകൾ ജനിച്ചുകൊണ്ടിരിക്കുന്നു, നല്ലതും മോശമായതും. മനസ്സിനെ നിരീക്ഷിക്കുമ്പോൾ നമുക്കറിയാം അതിൽ 90% അനാവശ്യമായ ചിന്തകളാണെന്ന്. ഇതിലാവശ്യമായ ചിന്തകളെ മാത്രം നമ്മൾ നിലനിർത്തുക, ബാക്കിയുള്ളത് കടന്നുപോകാൻ അനുവദിക്കുക. അതായത് നമുക്ക് ഗുണകരമല്ലാത്ത ചിന്തകളെ വേണ്ട എന്ന് വയ്ക്കുക. പകരം നല്ല ചിന്തകൾ മനഃപൂർവ്വം കൊണ്ടുവരിക. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ചിന്തകളുടെ ഒഴുക്ക് കുറയുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ മനസ്സ് ശാന്തമാകുന്നു. ജീവിതത്തെ കൂടുതൽ പക്വതയോടെ സമചിത്തതയോടെ നേരിടാൻ കഴിയുന്നു. ശാന്തമായ മനസ്സിന് നല്ല കാര്യങ്ങൾ ചിന്തിക്കാൻ സാധിക്കും. ജീവിതത്തെ കുറച്ചുകൂടി പോസിറ്റീവായി കാണാൻ കഴിയും. ജീവിതത്തെ കൂടുതൽ പക്വതയോടെയും സമചിത്തതയോടെയും നേരിടാനും സാധിക്കും. അപ്പോൾ നമുക്ക് വളരെ സുഖകരമായ അനുഭവത്തിൽ കഴിയാൻ സാധിക്കും. ജീവിതം കൂടുതൽ മനോഹരവും അർത്ഥവത്തുമായി മാറും. അടുത്തത് പവർ ടു ഫേസ് ആണ്. ജീവിതത്തിലെ നല്ലതിനെയും മോശമായതിനെയും സന്തോഷം നൽകുന്നതിനെയും ദുഃഖം നൽകുന്നതിനെയും ഒരുപോലെ നേരിടാനുള്ള കഴിവാണത്. ജീവിതത്തിൽ നല്ലത് മാത്രമല്ല സംഭവിക്കുക, മോശമായ കാര്യങ്ങളും സംഭവിക്കാം. നല്ലത് മാത്രം പ്രതീക്ഷിക്കുകയും മറിച്ച് സംഭവിക്കുകയും ചെയ്യുമ്പോൾ നിരാശപ്പെടേണ്ടി വരുന്നു. അവ രണ്ടും ഒരുപോലെ കടന്നു വരാമെന്ന കാഴ്ചയോടെ ഇരിക്കുമ്പോൾ നമുക്ക് എല്ലാത്തിനെയും ഒരുപോലെ നേരിടാൻ കഴിയും. ഇവിടെ പുറമേയുള്ള ജീവിത സാഹചര്യങ്ങളെ ഇത്തരത്തിൽ മനസ്സിലാക്കാം. പക്ഷേ നമുക്കുള്ളിൽ മറ്റൊരു യുദ്ധം നടക്കുന്നുണ്ട്. നമ്മൾ നമ്മളോട് തന്നെ ചെയ്യുന്ന യുദ്ധമാണിത്. ഇവിടെ എനിക്ക് നേരിടേണ്ടി വരുന്നത് എന്നെ തന്നെയാണ്. എന്റെ ഉള്ളിൽ നടക്കുന്ന ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം ഞാൻ എന്നെക്കുറിച്ച് എന്തു ചിന്തിക്കുന്നുവെന്ന്. എനിക്കെല്ലാം അറിയാം, ഞാൻ ശരിയാണ്, എനിക്ക് എല്ലാ ഗുണങ്ങളുമുണ്ട് എന്നെല്ലാം നാം ചിന്തിക്കുമ്പോൾ നമ്മുടെ യാത്ര നിന്നുപോവുകയാണ്. നമുക്ക് മുന്നോട്ട് പോവാൻ കഴിയില്ല. ഈ യുദ്ധത്തിൽ വിജയിക്കണമെങ്കിൽ ഞാൻ എന്നെ തന്നെ നേരിടണം. എന്റെ മോശമായ സ്വഭാവങ്ങളാണ് ആദ്യം നേരിടേണ്ടി വരിക. എനിക്കുള്ളിലെ മോശമായത് എല്ലാം പുറത്തു കളയാൻ എനിക്ക് കഴിയണം. അങ്ങനെ കളയാൻ ഞാൻ തയ്യാറാകുമ്പോൾ എനിക്കുള്ളിൽ വേണ്ടാത്തതെല്ലാം പുറമേയുള്ള ലോകത്ത് പ്രത്യക്ഷപ്പെടും. സാഹചര്യങ്ങളിലൂടെ, വ്യക്തികളിലൂടെ. അവയിലൂടെ കടന്നു പോകുമ്പോൾ അവയിൽ നിന്നും പുതിയ പാഠങ്ങൾ ഞാൻ പഠിക്കുകയാണ്. അതിലൂടെ മോശമായതിനെ ഞാൻ തിരുത്തുകയാണ്. ഇവിടെ സാഹചര്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയല്ല വേണ്ടത്. നേരിടുമ്പോൾ ഞാൻ പുതിയ പാഠം പഠിക്കുകയാണ്. നേരിടേണ്ടി വരുന്ന അവസരങ്ങളിൽ ചിലപ്പോൾ വ്യക്തികളെ, സാഹചര്യങ്ങളെ സഹിക്കേണ്ടി വരും, സംസാരിക്കേണ്ടി വരും, മറച്ചുവെക്കേണ്ടി വരും. പക്ഷേ നമ്മൾ ഒടുവിൽ പാഠം പഠിക്കുക തന്നെയാണെന്ന് ഓർമ്മ വേണം. ഒരു ഉദാഹരണം പറയാം. ധാരാളം നടന്നു തളർന്ന ഒരു യാത്രക്കാരൻ. അയാൾക്ക് നദി മുറിച്ചു കടക്കണം. മറ്റാരെങ്കിലും ആ നദി കടന്നതുകൊണ്ടായില്ല, അയാൾ തന്നെ അത് ചെയ്യണം. അപ്പോഴേ അയാൾക്ക് അക്കരെ എത്താനാവും. അതുപോലെ തന്നെയാണ് എല്ലാ സാഹചര്യങ്ങളെയും നേരിടേണ്ടത്. മറ്റൊരാളുമല്ല, നമ്മൾ തന്നെയാണത് ചെയ്യേണ്ടതെന്ന് ഓർക്കുക.